ഹലയ അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ത് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് ഓരോ കമ്പനി പാരാമീറ്ററും സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഈ അവലോകനം ജൂൺ 16, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് കേളിത സംഘടന ബാൻഡശാം ഉപവിഭാഗത്തിൽ പെടുന്നു. 7 കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. അത് പ്രതിനിധിയല്ല. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം 10 പോയിന്റിൽ 1. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1 പോയിന്റാണ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ നമുക്ക് കാണാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണ്. 1 എന്ന സ്കോറിനെതിരെ ഗണനരഹിതം. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. പണരഹിതം ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. ഗണനരഹിതം മൈനസിന്റെ മാറ്റം കാണിച്ചു 5.2%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -4.8%. ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗണനരഹിതം $2933.81 ബില്യൺ. 2961 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം $65.73 ബില്യൺ. 88 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ബാൻഡരഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 99.074%. പുസ്തക മൂല്യം 74.516%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $96.606 ബില്യൺ കടമുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 147%. കമ്പനിയുടെ കടങ്ങളുടെ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 30.2 ആണ്. 30.2 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക. നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $97,283 മില്യൺ. അടുത്ത 12 മാസത്തെ പ്രവചന ലാഭം $116.25 ബില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ. നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 7.3 ആണ്. ഉപവിഭാഗം 7 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക. പാസാബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $420 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $465, $640 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ. നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 24.3%. ഉപവിഭാഗത്തിന്റെ ശരാശരി 23.3%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ. നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 99.233%. ഇത് മാർക്കറ്റ് ക്യാപ് ഷെയറിനേക്കാൾ 0% കൂടുതലാണ്.
കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം $17,891,000. ഉപവിഭാഗത്തിന് $1,792,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $593,000 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $593,300. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $2,441,000 ആണ്. ഉപവിഭാഗത്തിൽ $2,549,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ശരാശരി 0.7%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വസ്ഥാനം 0.7%. സൂചകം Y14 കമ്പനിക്ക് 41% ലെവൽ കാണിക്കുന്നു. പനന്തഹാരം ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 41%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം $196 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $228 ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ദയവായി ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി പനന്തഹാരം വിവരങ്ങളും റഫറൻസ് സംവിധാനവും ദയവായി ഒരു തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി.